നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസിൽ ഇന്ത്യൻ പതാക കപ്പലുകളിൽ കൈവച്ചത് ഇറാന് തിരിച്ചടിയാകുന്നു. IRGCയുടെ കൈവിട്ട കളിക്ക് നട്ടം തിരിഞ്ഞോടുകയാണ് ഇറാൻ ഭരണകൂടം. ഇറാൻ റവല്യൂഷണറി ഗാർഡ് അങ്ങനെ അബദ്ധത്തിൽ വെടിയുതിർത്തതല്ല ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ. അമേരിക്ക, ഇസ്രയേൽ രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ഹോർമുസിലെ അമേരിക്കൻ ഉപരോധം മറികടന്നേ മതിയാകൂ ഇറാന്. സാമ്പത്തിക നട്ടലൊടിഞ്ഞു നിൽക്കുന്ന ഇറാൻ ഭരണകൂടം അമേരിക്കയുമായി സമാധാന കരാറിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇത് തടയുന്നതിനും ഘോര യുദ്ധത്തിലേക്ക് കടക്കുന്നതിനും റവല്യൂഷണറി ഗാർഡിന്റെ കളിയാണ് ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നടന്നത് എന്നാണ് ആരോപണം വരുന്നത്. ഹോർമുസിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി പുറത്തേക്ക് കടക്കുന്നത് ഇന്ത്യൻ കപ്പലുകൾ മാത്രമാണ്. അത് ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ സമ്മർദ്ദം ചെലുത്തുമെന്ന IRGC കണക്കുകൂട്ടലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. നിങ്ങളാണ് പോകാൻ അനുമതി തന്നത്, ഇപ്പോൾ വെടിവെക്കുന്നു. ഹോർമുസിൽ കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം ആക്രമിച്ച ഇന്ത്യൻ എണ്ണക്കപ്പലിൽ നിന്നുള്ള ശബ്ദ സന്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹോർമുസിലൂടെ പോകാൻ അനുമതി തന്ന ശേഷം വെടിവെക്കുന്നത് എന്തിനാണ് എന്ന് കപ്പലിലെ ജീവനക്കാരൻ ഇറാൻ നാവികസേനയോട് ചോദിക്കുന്നതാണ് സന്ദേശത്തിൽ ഉള്ളത്. ജഗ് അർണവ്, സൻമർ, ഹെറാൾഡ് എന്നീ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ നാവികസേന കഴിഞ്ഞ ദിവസം വെടിയുതിർത്തത്. ഇതിൽ സൻമർ, ഹെറാൾഡിൽ നിന്നുള്ള സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. സെപ്പ നേവി, ഇത് മോട്ടോർ ടാങ്കർ സൻമർ ഹെറാൾഡ് ആണ്. നിങ്ങളാണ് പോകാനുള്ള അനുമതി തന്നത്. എൻ്റെ പേര് പട്ടികയിൽ രണ്ടാമതുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വെടിവെക്കുന്നു. എന്നെ തിരിച്ചു പോകാൻ സമ്മതിക്കൂ എന്ന് കപ്പൽ ജീവനക്കാരൻ പറയുന്നതാണ് സന്ദേശത്തിലുള്ളത്. എല്ലാ കപ്പലുകളും ആക്രമിക്കും എന്ന് ഇതിന് മറുപടിയായിട്ട് ഇറാൻ നേവി പറഞ്ഞു എന്നുള്ള തരത്തിൽ ചില വിശദീകരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യൻ കപ്പലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. IRGC നീക്കം പക്ഷേ കൈവിട്ടു പോയിരിക്കുകയാണ്. കപ്പലിൽ ഇന്ത്യൻ പൗരന്മാരുണ്ട്. അവർക്ക് അപകടമുണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന നിലപാടിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇറാനുമായി മികച്ച നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ജയശങ്കർ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇറാനെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പാക് മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാന് വലിയ വിശ്വാസമൊന്നുമില്ല. യുദ്ധം കൈവിട്ടു പോയാൽ ഇന്ത്യൻ ഇടപെടൽ ആവശ്യമായി വരും, അതായത് സമാധാന ചർച്ചകൾക്ക് വേണ്ടി. ഇന്ത്യയെ പിണക്കിയാൽ പണി പാളുമെന്ന ഭയമാണ് ഇറാൻ ഭരണകൂടത്തിനുള്ളത്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ ചില സാമ്പത്തിക കരാറുകളൊക്കെയുണ്ട്. നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണാൽ ഇരു രാജ്യങ്ങൾക്കും ഇത് പ്രതിസന്ധിയാണ്. സംഭവം നടന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ മന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി സംസാരിച്ചിരുന്നു. കടുത്ത ഭാഷയിൽ അദ്ദേഹം ഇറാനെ വിമർശിച്ചു. എപ്പോഴും മയപ്പെട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലും ജയശങ്കർ ഇറാനെ വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. ഹോർമുസിലും ഇറാൻ തുറമുഖത്തുമായി ഇന്ത്യയുടെ നിരവധി കപ്പലുകളാണ് അകപ്പെട്ട് കിടക്കുന്നത്. ഇതിലെല്ലാം ഇന്ത്യൻ പൗരന്മാരുണ്ട്. അവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുന്നതിന് വഴി ആലോചിക്കുകയാണ് ഇന്ത്യ. അതിനിടയിൽ നടന്ന ഈ ആക്രമണം ജയശങ്കറിനെ ചൊടിപ്പിച്ചത്. കാരണം ഈ ഇന്ത്യൻ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ വലിയ ആശങ്കയിലാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം, സമ്മർദ്ദം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരെ പല കുടുംബങ്ങളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിനിടയിൽ അവരെ സുരക്ഷിതമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ ഒരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കൈവിട്ടു പോകാതെ കരുതലോടെ മുന്നോട്ട് നീങ്ങാനാണ് ജയശങ്കറിന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. കാരണം ജയശങ്കർ ആളത്ര ചില്ലറക്കാരനല്ല. അങ്ങ് വൈറ്റ് ഹൗസിൽ ചെന്നാലും ട്രംപിനെ കൂസാത്ത ആളാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ താരിഫ് യുദ്ധവും കൊണ്ടുവന്ന ട്രംപിനെ കണക്കിന് മറുപടി കൊടുത്ത് അടിച്ചിരുത്തിയ ആളാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് ട്രംപ് സംസാരിച്ചപ്പോൾ, അങ്ങനെ ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടരുതെന്നും ട്രംപിന്റെ പിരിവെട്ടിച്ച മുതലാണ്. എല്ലാ രാജ്യങ്ങളോടും മികച്ച നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കും. അത് രാജ്യത്തിന്റെ സംസ്കാരവും മറ്റൊരു രാജ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനവുമാണ്. എന്നാൽ ചെറിയാൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചും കൊടുക്കും. ആ പേടി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും സംയുക്ത ആക്രമണം ഇറാനിലേക്ക് തുടങ്ങിയപ്പോൾ മുതൽ ആ മേഖലയിൽ ജയശങ്കറിന്റെ എല്ലാ ശ്രദ്ധയുമുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള എല്ലാ വഴിയും അദ്ദേഹം തേടുന്നുണ്ട്. ഹോർമുസ് കടന്ന് ഇന്ത്യൻ പതാക കപ്പലുകൾ വരിവരിയായി പുറത്തേക്കെത്തുന്നതിൽ ജയശങ്കറിന്റെ വലിയ കഠിനാധ്വാനമുണ്ട്.
ജയശങ്കർ സ്വരം കടുപ്പിച്ചതോടെ ഇറാൻ ഇപ്പോൾ അനുനയ നീക്കത്തിന് പരക്കം പായുന്നു. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ IRGC നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഇന്ത്യയിലെ ഇറാന്റെ അംബാസഡർ ഡോക്ടർ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഇറാനുമായുള്ള ബന്ധം അതിശക്തമാണ്. നിങ്ങൾ പരാമർശിച്ച സംഭവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അത് ശരിയാകുമെന്നും പരിഹരിക്കപ്പെടുമെന്നുമാണ് ഞങ്ങൾ കരുതുന്നത്. ഇതായിരുന്നു വാർത്താ ഏജൻസിയായ ANI-യോടുള്ള പ്രതികരണത്തിൽ ഇറാൻ അംബാസഡർ പറഞ്ഞത്. മേഖലയിൽ ഇനി സംഘർഷം ഉണ്ടാകാതിരിക്കാനും സമാധാനം നിലനിർത്താനുമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും ഇലാഹി പറഞ്ഞു. ഞങ്ങൾ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത്. മറുപക്ഷത്തുള്ളവരും സമാധാനം പിന്തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുവഴി പ്രദേശത്ത് സമാധാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇലാഹി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവുമായി വരികയായിരുന്ന 14 കപ്പലുകളുടെ വ്യൂഹത്തിൽപ്പെട്ട 2 കപ്പലുകൾക്ക് നേരെയാണ് IRGC വെടിയുതിർത്തത്. 2 ഗൺ ബോട്ടുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെടിവെപ്പുണ്ടായതോടെ 13 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലെ വിവിധ ഇടങ്ങളിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടിയുള്ള അസംസ്കൃത എണ്ണയുമായി എത്തിയ ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് ഹോർമുസ് കടക്കാൻ സാധിച്ചു എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2 ഗൺബോട്ടുകളാണ് എണ്ണക്കപ്പലിന് നേരെ വെടിയുതിർത്തത്. ഈ സമയം കപ്പൽ ഒമാന് 37 കിലോമീറ്റർ വടക്ക് കിഴക്കായിരുന്നു. മറ്റൊരു കപ്പലിന് മിസൈലും ഏറ്റിട്ടുണ്ട്. പക്ഷേ കാര്യമായ കേടുപാടുകളില്ല. 14 കപ്പലുകളിൽ 7 എണ്ണത്തിൽ ഇന്ത്യൻ പതാകയുണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ യുദ്ധഭീതിയുടെ കരിനിഴൽ പടരുമ്പോഴും ആഴക്കടലിലെ തിരമാലകളെയും ശത്രുവിന്റെ വെടിയുണ്ടകളെയും തോൽപ്പിച്ച് ഒരു രാജകീയ വരവ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ശക്തമായ കാറ്റിലും ത്രിവർണ്ണ പതാക വാനോളമുയർത്തി അഭിമാനത്തിന്റെ പ്രഭാവലയം തീർത്തുകൊണ്ടാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശ് ഗരിമ ഹോർമുസ് കടലിടുക്ക് മറികടന്നെത്തിയത്. ഭയാനകമായ രീതിയിൽ ഇറാനിയൻ ഗൺബോട്ടുകൾ തങ്ങൾക്ക് നേരെ വെടിയുതിർത്തിട്ടും പതറാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ച ഇന്ത്യൻ കപ്പലിന്റെ യാത്ര ലോകത്തിന് തന്നെ ഇപ്പോൾ അത്ഭുതമായി മാറുന്നു. ഇറാന്റെ ആക്രമണം ഉണ്ടായപ്പോൾ പല ടാങ്കറുകളും ഭയന്ന് പിന്മാറിയെങ്കിലും ദേശ് ഗരിമ രണ്ടും കൽപ്പിച്ച് ആ ജലപാത മുറിച്ചു കടന്നത്. ഹോർമുസ് കടലിടുക്കിൽ ചുറ്റും നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. അമേരിക്കൻ ഉപരോധവും ഇറാന്റെ പ്രത്യാക്രമണവും ജലപാതയെ സംഘർഷഭരിതമാക്കിയിരിക്കുന്നു. അതായത് ഒരു കടൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം നാവികരുടെ സുരക്ഷയും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളും മുൻനിർത്തി ഇന്ത്യ ഓരോ നീക്കവും അതീവ കരുതലോടെയാണ് നടത്തുന്നത്. സമുദ്രത്തിലെ ഈ കരുത്തുറ്റ പോരാട്ടം ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമായി മാറുകയാണ്. നയതന്ത്രത്തിന്റെ നൂൽപാലത്തിലൂടെ നടക്കുമ്പോഴും കടലിലെ ഈ പടയോട്ടം ഇന്ത്യക്ക് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം തകർക്കാൻ താല്പര്യമില്ലെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷയിൽ ഹോർമുസ് കടലിടുക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാന്റെ പ്രകോപനം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കോ സമ്മർദ്ദ തന്ത്രങ്ങൾക്കോ ആകും ഇന്ത്യ വരും ദിവസങ്ങളിൽ മുൻഗണന നൽകുക. ഇറാനോട് പൂർണ്ണമായും അകലുന്ന ഒരു നയം വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ. കാരണം ഇറാന്റെ ചബഹർ തുറമുഖം ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുത്തതാണ്. ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ഇറാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് ഉപാധികളില്ലാതെ തുറക്കണം എന്ന ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ച് UAE രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളിൽ വ്യക്തമായ തീരുമാനം സമാധാനത്തിന് അനിവാര്യമാണെന്നും UAE വ്യക്തമാക്കി. ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആവർത്തിക്കുന്നുണ്ട്. US സമുദ്ര ഉപരോധം അവസാനിപ്പിക്കാതെ കപ്പലുകൾ കടത്തിവിടില്ല എന്നാണ് പ്രഖ്യാപനം. ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ നിരവധി ടാങ്കറുകൾ ഹോർമുസ് കടക്കുന്നതിൽ നിന്നിപ്പോൾ പിന്മാറി നിൽക്കുകയാണ്. ഒമാൻ തീരത്തോട് ചേർന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയും 20 നോട്ടിക്കൽ മൈൽ അകലെയും 3 നോട്ടിക്കൽ മൈൽ അകലെയുമാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. 3 ആക്രമണങ്ങളാണ് UK മാരിടൈം ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ തിരിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട സൂപ്പർ ടാങ്കറും ഇറാൻ തടഞ്ഞിരുന്നു. സംഭവത്തെ തുടർന്ന് ഇറാൻ അംബാസഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി വിമർശിക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ഭരണകൂടവുമായി സംസാരിച്ചതിന് ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന്. ഇറാൻ ഭരണകൂടം പറയുന്നത് അനുസരിക്കാൻ ഇപ്പോൾ IRGC തയ്യാറല്ലാതെ നിൽക്കുകയാണ്. അതായത് ഒരു സമാധാനത്തിലേക്ക് കടക്കാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി തുനിഞ്ഞു നിൽക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ പിടിച്ചുകെട്ടാനാണ് ഇസ്രയേലും അമേരിക്കയും ഇനി ഇറങ്ങാൻ പോകുന്നത്.
ഇതിനിടെ ഇറാനുമായുള്ള ചർച്ചകൾക്കായി തന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിലെ എല്ലാ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർത്ത് കളയുമെന്നും ട്രംപ് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായിട്ടാണ് US പ്രതിനിധി സംഘം പുറപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെടിയുതിർക്കാൻ തീരുമാനിച്ചത് നമ്മുടെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണ് എന്ന് ട്രംപ് വിമർശിച്ചു. അവയിൽ പലതും ഒരു ഫ്രഞ്ച് കപ്പലിനെയും UK-യിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു. അത് നന്നായിരുന്നില്ല അല്ലേ? എന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. ചർച്ചകൾക്കായി അവർ നാളെ വൈകുന്നേരം അവിടെ എത്തും. ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുകയാണെന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ ട്രംപ് പരിഹസിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നതായി ഇറാൻ അടുത്തിടെ പ്രഖ്യാപിച്ചു. ഇത് വിചിത്രമാണ്. കാരണം നമ്മുടെ ഉപരോധം ഇതിനകം അതിനെ അടച്ചിട്ടുണ്ട്. അവർ അറിയാതെ നമ്മളെ സഹായിക്കുകയാണ്. അടഞ്ഞ പാതയിൽ ദിവസവും $500 മില്യൺ നഷ്ടമാണ് അവർക്കുള്ളത്. അമേരിക്കയ്ക്ക് നഷ്ടമൊന്നുമില്ല എന്നും ട്രംപ് പറഞ്ഞു. വാസ്തവത്തിൽ പല കപ്പലുകളും അമേരിക്കയിലേക്ക് എണ്ണ നിറയ്ക്കാനായി പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന ഭീഷണിയോടെയാണ് ട്രംപ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരെ ന്യായവും യുക്തിസഹവുമായ ഒരു ഡീൽ വാഗ്ദാനം ചെയ്യുന്നു. അവർ അത് സ്വീകരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർ അത് സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും എല്ലാ പാലങ്ങളും തകർത്ത് കളയും. ഇനി മിസ്റ്റർ നൈസ് ഗൈ ഇല്ല. അവർ വേഗത്തിലും എളുപ്പത്തിലും തകർന്നിരിക്കും. അവർ ഡീൽ സ്വീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി മറ്റു പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്ന കാര്യം ഞാൻ ചെയ്യാൻ പോകും. അതിനുള്ള അവസരം ലഭിക്കുന്നത് എനിക്കൊരു ബഹുമതിയായിരിക്കും. ഇറാൻ എന്ന കില്ലിംഗ് മെഷീനെ നശിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു.